ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് അത് കുറേ പേര് പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. എങ്ങനെയാണ് രാസസമവാക്യ സമീകരണം അല്ലേ, നമ്മളൊരു രാസസമവാക്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡും ഒരുപോലെ ആക്കി എടുക്കുക എന്നുള്ളത് അല്ലേ, രണ്ടുപേരും ഒരുപോലെ നമ്മൾ സെറ്റാക്കി എടുക്കണം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് പോവേ. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതേപോലെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? വെള്ളം അല്ലെങ്കിൽ വാട്ടർ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആണോ എന്ന് ഫസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിക്കേ. ഹൈഡ്രജൻ ഇവിടെ എത്ര ഉള്ളത്? 2 ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്. പക്ഷേ ഇവിടെ ഹൈഡ്രജൻ 2 ഉണ്ട്, ഓക്സിജൻ എത്രണ്ണേ ഉള്ളൂ? 1. അങ്ങനെ ആയാൽ ശരിയാവോ? ഇല്ല. എന്ത് ചെയ്യണം? റിയാക്ടൻ്റെ സൈഡിലുള്ള ഓക്സിജൻ 2 ആയതുകൊണ്ട്, അല്ലെങ്കിൽ അഭികാരത്തിൻ്റെ സൈഡിലുള്ള ഓക്സിജൻ 2 ആയതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിൻ്റെ സൈഡ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ സൈഡ് വരുമ്പോൾ എത്രണ്ണം വരണം? നിർബന്ധമാണ്. ഓക്സിജൻ 2 വരണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നുകൂടെ എഴുതാൻ പോവാണേ. H2 + O2 ഗീവ്സ്, ഞാൻ എന്ത് എഴുതി? 2H2O എന്ന് എഴുതി കേട്ടോ. ഇവിടെ എത്ര ചേർത്ത് കൊടുത്തു? 2 ചേർത്ത് കൊടുത്തു. അപ്പം ഈ ഇടയെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അടിയിൽ കൊണ്ടുപോയിട്ട് 2 എഴുതാൻ പാടുള്ളതല്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് താഴെ കൊണ്ടുപോയിട്ട് എഴുതാൻ പറ്റില്ല. എങ്ങനെ ചേർക്കാം? ആദ്യം ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ 2 ചേർത്ത് കൊടുത്തേ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുകയാണേ. ഹൈഡ്രജൻ ഇവിടെ 2 ഉണ്ട്, ഓക്സിജൻ 2 ഉണ്ട്. പക്ഷേ ഇവിടെ എത്രയായിട്ട് മാറി? ഹൈഡ്രജൻ ഈ 2 ഈ ഹൈഡ്രജന് ബാധകമാണ്, ഈ 2 ബാധകമാണ് അല്ലേ. അപ്പോൾ 2 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഓക്സിജൻ എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 2 ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ വീണ്ടും പ്രശ്നം എത്രയാണ്? ഹൈഡ്രജൻ ഈ നമ്മുടെ റിയാക്ടൻ്റെ സൈഡിൽ അല്ലെങ്കിൽ അഭികാരത്തിൻ്റെ സൈഡിൽ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. അത് നമുക്ക് എത്രയായിട്ട് മാറ്റേണ്ടതുണ്ട്? 4 ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ 2നെ ഏത് സംഖ്യ കൊണ്ട് ഇൻഡ്യൂ ചെയ്താലാണ് 4 ആകുന്നത്? 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പ്, ആദ്യം 2H2 എന്ന് എഴുതുക, ദെൻ പ്ലസ്, വേറെ ഒന്നും മാറ്റം വരുത്തണ്ട, അതുപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെ വരുന്നെന്ന് പറഞ്ഞേ? 2H2 എന്ന് പറയുന്നത് എത്രണ്ണമായിട്ട് മാറി? ഹൈഡ്രജൻ്റെ എണ്ണം ഇവിടെയും 4, നമ്മുടെ റിയാക്ടൻ്റെ സൈഡിൽ 4, പ്രൊഡക്റ്റിൻ്റെ സൈഡും എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 4. ഓക്സിജൻ ഇവിടെ റിയാക്ടൻ്റെ സൈഡിൽ 2, അതേപോലെ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ എത്രയാണ്? 2. രണ്ട് സൈഡും ഈക്വലായോ? ഈക്വലായി, സെറ്റായി അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. മഗ്നീഷ്യം ഓക്സിജനും മഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് ഇത് അതുപോലെ എടുത്ത് എഴുതാം. Mg + O2 ഗീവ്സ് എന്താണ്? MgO ആണ്. ഇവിടെ നോക്കിക്കേ, Mg1, O എത്രണ്ണാണ്? O 2 ഉണ്ട്. ഇവിടെ Mg1, O 1 ഉള്ളൂ കേട്ടോ. ബാലൻസ് ആണോ? അല്ല. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ഒരു 2 അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? Mg + O2 ഗീവ്സ് എന്താണ്? 2MgO എന്ന് വരും. ശരിയാണോ? വീണ്ടും എഴുതി നോക്കുക. Mg ഇവിടെ 1 ആണ്, O 2 ആയി. Mg ഇവിടെ എത്രണ്ണായിട്ട് മാറി? പ്രൊഡക്റ്റിൻ്റെ സൈഡ് Mgയും Oയും എത്രണ്ണായിട്ട് മാറി? 2 ആയിട്ട് മാറി അല്ലേ. ഇങ്ങനെ ആദ്യം ഇട്ട് കൊടുക്കുന്ന 2 പേർക്കും ഒരുപോലെ ബാധകമാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ആര് ബാലൻസ് അല്ല? Mg ബാധകമല്ല. Mg പ്രൊഡക്റ്റിൻ്റെ സൈഡ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്ത് 2 പേരും 2 ഉണ്ട്. പക്ഷെ നമ്മുടെ അഭികാരം അല്ലെങ്കിൽ റിയാക്ടൻ്റെ സൈഡിൽ എത്രണ്ണ ഉള്ളത്? 1 ആണ് അല്ലേ. അത് 2 ആക്കി കൊടുത്താൽ പോരെ. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? പറഞ്ഞ മൂന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെ വരും? 2Mg പിന്നെന്താണ്? +O2. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഒരു മാറ്റം വരുത്തണ്ട, ഇതുപോലെ അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇനി നോക്കിക്കേ, Mg2, O 2, ഇവിടെ Mg2, O 2, മൊത്തം ബാലൻസ് ആണോ? ബാലൻസ് ആണ്. സെറ്റായോ? അടുത്തതിലേക്ക് പോവാം കേട്ടോ. അടുത്ത എക്സാമ്പിള്, ഹൈഡ്രജനും ക്ലോറിനും ചേർന്നിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഒന്നാമത്തെ സ്റ്റെപ്പ് കേട്ടോ. ഇതതുപോലെ എടുത്ത് എഴുതാവേ. H2 + Cl2 ഗീവ്സ് എന്താണ്? HCl ആണ് കേട്ടോ. ഹൈഡ്രജൻ 2, Cl 2, H1, ക്ലോറിൻ 1. റെഡിയാണോ? അപ്പോൾ ഒരു സ്ഥലത്ത് 2ഉം ഒരു സ്ഥലത്ത് 1ഉമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 2 ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? H2 + Cl2 ഗീവ്സ് 2HCl എന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ബാലൻസ് ആയും ചെക്ക് ചെയ്തേ. H ഇവിടെ 2, ഇവിടെ പ്രൊഡക്റ്റിൻ്റെ സൈഡ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ സൈഡിനുണ്ട് അല്ലേ. ഇവിടെ Cl റിയാക്ടിൻ്റെ സൈഡിൽ 2 അല്ലെങ്കിൽ അഭികാരത്തിൻ്റെ സൈഡിൽ 2, Cl പ്രൊഡക്റ്റിൻ്റെ സൈഡ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ സൈഡും എത്രയാണ്? 2 ആണ്. ബാലൻസ് ആയോ? ബാലൻസ് ആയി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ.
ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം കേട്ടോ. സിങ്ക് പ്ലസ് സിങ്ക് ക്ലോറൈഡ് ആസിഡ് അല്ലേ, സിങ്ക് ക്ലോറിക് ആസിഡും പിന്നെ അതേപോലെ എന്താണ് സിങ്ക് ക്ലോറൈഡ് ഹൈഡ്രജനും ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് 1 നോക്കാം കേട്ടോ. ഒന്ന് ഇവിടെ മൊത്തം ചെയ്ത് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്, എന്നാലും നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം കേട്ടോ. സിങ്ക് HCl ഗീവ്സ് സിങ്ക് Cl2 പ്ലസ് എന്താണ് H2 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സിങ്ക് ഇവിടെ 1 വന്നേക്കുന്നത്, എച്ച് ഇവിടെ 1, Cl 1 അല്ലേ. അത് സെപ്പറേറ്റ് തന്നെ ചെയ്യണം കേട്ടോ. HCl എന്ന് കൊടുത്താൽ ഒന്നായിട്ട് നിങ്ങൾ കാണരുത്, എച്ചിന് വേറെയും Clന് വേറെയും കാണണം കേട്ടോ. ഇവിടെ സിങ്ക് 1, ക്ലോറിൻ 2, എച്ച് എത്രയാണ് വന്നേക്കുന്നത് 2 വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ സ്ഥാനത്ത് മാറ്റമൊന്നും വരുത്തുന്നില്ല. പ്രൊഡക്റ്റിൻ്റെ സ്ഥാനത്ത് 2 വീതം Clഉം എച്ചും വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ക്ലോറിനും ഹൈഡ്രജനും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ റിയാക്റ്റിൻ്റെ സൈഡിൽ കയറിയിട്ടൊരു മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ എന്താ മാറ്റം വരുത്താന്ന് വെച്ചാൽ സിങ്ക് അതുപോലെ കിടക്കട്ടെ, ഒന്നും ചെയ്യണ്ട. അതേപോലെ HClൻ്റെ മുന്നിൽ ഞാനൊരു 2 ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. HClൻ്റെ മുന്നിൽ ഞാൻ എത്ര കൊടുത്തു, 2 ചേർത്ത് കൊടുത്തു. പിന്നെന്താണ് റിയാക്റ്റിൻ്റെ സൈഡിൽ മാറ്റം, പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ഒരു മാറ്റം വരുത്തണ്ട, അതുപോലെ ഞാൻ എഴുതി കേട്ടോ, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്ത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം അല്ലേ. സിങ്ക് ഇവിടെ 1, ഇവിടെ 1, 2 സൈഡിലും എന്താണ് ഒന്നായിട്ട് മാറി കേട്ടോ. ഇവിടെ HClൽ എച്ച് ഇവിടെ 2, ക്ലോറിനും 2. ഇവിടെ നോക്കിക്കേ, ക്ലോറിനും 2, എച്ചും 2. ബാലൻസ് ആയോ, ബാലൻസ് ആയി അല്ലേ. 2 സൈഡിലും ഇവിടെയും സിങ്ക് 1, ഇവിടെയും സിങ്ക് 1, 2 അവിടെയും 2 ആക്കണം നിർബന്ധമില്ല കേട്ടോ. 1 വീതം 2 അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് അവിടെ റെഡിയാണ് കേട്ടോ. ഓക്കെ, ഇനി എച്ച് 2 അടുത്തും 2, Clഉം 2 അടുത്തും 2 കേട്ടോ. അടുത്തത് അലുമിനിയം പ്ലസ് ഓക്സിജൻ അലുമിനിയം ക്ലോറൈഡ് കേട്ടോ. ഇത് കുറച്ചുകൂടെ ഒന്ന് ബാലൻസ് ആക്കാൻ കുറച്ചുകൂടെ ഒരു 3-4 സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്ത് പഠിച്ചാലേ എക്സാമിനും വരുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് കിട്ടുള്ളൂ കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, Al പ്ലസ് O2 ഗീവ്സ് എന്താണ് Al2O3 ആണ്. ഇനി ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. Al1 O2 Al2 O എത്രണ്ണാണ്, 3 അല്ലേ. അപ്പോൾ O അവിടെ 3 കിടപ്പുണ്ട്. അപ്പം 3ലേക്ക് എത്തിക്കുക എന്നുള്ളത് കുറച്ച് പോസിബിളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ Al അതുപോലെ എഴുതി ഓയുടെ മുന്നിൽ നമ്മളൊരു 3 ചേർത്തു കേട്ടോ. അപ്പോൾ എന്താണ് 3O2 എന്ന് വന്നു. Al2 അവിടെ ഒന്നും മാറ്റം വരുത്തിയില്ല, അതതുപോലെ അങ്ങോട്ട് എഴുതി. ഇനി എണ്ണം നോക്കിക്കേ, Al1 O6 ആയിട്ട് മാറി, Al2 O ഇവിടെ 3 ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത പരിപാടി ഓയിനെ ആദ്യം നമുക്കൊരു ബാലൻസ് ആക്കാൻ ശ്രമിക്കാം. അപ്പം ഓയുടെ ഇവിടെ Al2O3 എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ മുന്നിലായിട്ട് നമുക്കൊരു 2 ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ വരും, Al പ്ലസ് 3O2 ഗീവ്സ് 2Al O3 എന്ന് വരും അല്ലേ. ഇനി എണ്ണി നോക്കിക്കേ, Al2O3 ആണ്. Al1 O3O2 എന്ന് പറയുന്നത് 6, Al 4 മാറി, O3 ഓയ ഈ 2ഉം ഈ 3 ഗുണിച്ചപ്പോൾ എത്രയായിട്ട് മാറി, 6 മാറി അല്ലേ. ഇനിയും ബാലൻസ് അല്ല, ഇനി ആര് ബാലൻസ് ആവാനുണ്ട്, Al ബാലൻസ് ആവാനുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ സൈഡ് Al എത്ര ഉണ്ടെന്ന് നോക്കിക്കേ, 4 ഇവിടെ റിയാക്റ്റിൻ്റെ നമ്മുടെ അഭികാരം അല്ലെങ്കിൽ റിയാക്റ്റിൻ്റെ സൈഡിൽ എത്ര ഉള്ളത്, 1 ഉള്ളൂ അല്ലേ. അപ്പം Alന് തൊട്ട് മുന്നേ ആയിട്ട് എത്ര എടുത്ത് കൊടുത്താൽ മതി, ഒരു 4 ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര വരും, 4Al പ്ലസ് ലാസ്റ്റ് സ്റ്റെപ്പാണ് 3O2 ഗീവ്സ് പിന്നെന്താണ് 2Al2 വരും അല്ലേ. 2Al2O3. ഇനി ബാലൻസ് ആണോ ചെക്ക് ചെയ്തേ, Al 4, ഇവിടെ 4 അല്ലേ. ഈ 2 ഗുണിക്കുമ്പോൾ 4 കിട്ടി. ഓയ ഈ 3യും 2 ഗുണിച്ചാൽ എത്രയാണ്, 6. ഇവിടെ ഈ 2ഉം 3യും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ ഓ എത്രയാണ്, 6. ബാലൻസ് ആയോ, ബാലൻസ് ആയി അല്ലേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേ. അടുത്തത് നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ അമോണിയ ആയിട്ട് മാറുന്നു, NH3 ആയിട്ട് മാറുന്നു അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക, ഒന്നാമത്തെ സ്റ്റെപ്പ് കേട്ടോ. N2 പ്ലസ് H2 ഗീവ്സ് NH3 ആണ് അല്ലേ. അപ്പോൾ N 2 H 2 N ഇവിടെ 1 H 3 ശരിയാണോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് എങ്ങനെ വരും എന്ന് പറഞ്ഞേ, അടുത്തത് 1 3 ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് Nൻ്റെ മുന്നിൽ ഈ പ്രൊഡക്റ്റിൻ്റെ സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ സൈഡിൽ Nൻ്റെ മുന്നിലായിട്ട് നമുക്ക് 2 ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ വരും, N2 പ്ലസ് H2 ഗീവ്സ് 2NH3 എന്ന് വരും കേട്ടോ. ഇനി എണ്ണി നോക്കിക്കേ, N 2 H 2 N 2 H എത്ര വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്. ഇനി സിമ്പിളല്ലേ, ഈ Hന് മുന്നേ വേറെ ആരും കിടപ്പില്ല, ഇവിടെ എത്ര കൊടുത്താൽ മതി, ഈ 2നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 6 ആകുന്നത്, 3 ഗുണിച്ചാലല്ലേ. അപ്പോൾ ഇതിന് മുന്നിലൊരു 3 അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെ വരും, N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3 എന്ന് വരും കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.